ഹായ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കമ്പനി മുന്നോട്ട് വെക്കുന്ന ഇൻകം പ്ലാൻ. കാരണം 12 തരം വരുമാനമാണ് കമ്പനി നൽകുന്നത്. ടോട്ടൽ ഓരോരോ മാസവും നടക്കുന്ന ബിസിനസ് വോളിയത്തിൻ്റെ 72% കമ്പനി വിഹിതം വെച്ച് കൊടുക്കുകയാണ്. ആർക്ക്? ഈ പ്രോഡക്റ്റിനെ വാങ്ങി ഉപയോഗിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ ആ 12 തരം വരുമാനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഇതിനോട് കൂടെ തന്നെ നിങ്ങൾ കാണേണ്ട മറ്റൊന്നുണ്ട്. നമ്മുടെ ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും അയാൾക്ക് കിട്ടുന്ന 6 തരം ബെനിഫിറ്റ്സ്. അത് കസ്റ്റമർ ആണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ആരാണെങ്കിലും ജസ്റ്റ് അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ പോലും 6 തരം ബെനിഫിറ്റ്സ് കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആരാണ് അയച്ചു തന്നത് അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ വാങ്ങണം, അത് നിങ്ങൾ കാണണം. അപ്പോൾ നമ്മൾ പറയുന്നത് കമ്പനിയുടെ ഇൻകം പ്ലാൻ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അതുപോലെയുള്ള നമ്മുടെ പോലെയുള്ള ഒരു 4 പേരെ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന 4 പേരെ നമ്മൾ കൊണ്ടുവരുന്നു. അവർ 4 പേരും മോഡി കെയറിൻ്റെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അവർക്കത് ഇഷ്ടപ്പെടുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. അതായത് നമ്മൾ ചെയ്ത കാര്യം അവർ ചെയ്യും. അപ്പോൾ എനിവേ ഞാൻ ഏകദേശം ഒരു 50 PV ഞാൻ പർച്ചേസ് ചെയ്യുന്നു. എൻ്റെ കൂടെ വന്ന 4 പേർക്കും ഒരു 50 PV അവരും പർച്ചേസ് ചെയ്യുന്നു. 50 PV മീൻസ് ഏകദേശം ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് ഏകദേശം. അപ്പോൾ ഈ 50 PVയുടെ പർച്ചേസ് ഞാൻ ചെയ്യുന്നു, എൻ്റെ കൂടെ വന്ന 4 പേരും പർച്ചേസ് ചെയ്യുന്നു. ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് കമ്പനി പവർ ഓഫ് 4 ബോണസ് എന്ന് പറയുന്നൊരു ബോണസ് നൽകുകയാണ്. ഏകദേശം 1000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇനിയാണ് വിൻ വിൻ മെത്തേഡ്. നമ്മുടെ കൂടെ വന്നവരെ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു വരുമാനം വാങ്ങിക്കൊടുക്കുക. അപ്പം നമ്മളെ കൂടെ വന്ന 4 പേരുണ്ട്. ഈ 4 പേർക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒരു 1000 രൂപ വാങ്ങിക്കൊടുക്കുക. അവർക്ക് 1000 രൂപ വാങ്ങിക്കൊടുക്കാൻ എന്താ നമുക്ക് എന്താ ചെയ്യാനുള്ള പരിപാടി? നമ്മളെങ്ങനെ നേരത്തെ 1000 രൂപ വാങ്ങിയത് അതുപോലെ ചെയ്താൽ മതി. നമ്മൾ വാങ്ങിയത് 4 പേരെ കണ്ടെത്തി. അപ്പോൾ അതുപോലെ ഇവരോട് 4 പേരോടും പറയാം, 4 വീതം ആളുകളെ ഓരോരുത്തരും കൊണ്ടുവന്ന് അവരും ഇതുപോലെ ഒരു 50 PVക്ക് പർച്ചേസ് ചെയ്താൽ അവർക്ക് 4 പേർക്കും എന്ത് ചെയ്യും? 1000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് പവർ ഓഫ് 4 ബോണസിലൂടെ ലഭിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഡയറക്ടർ ആവുന്നു. കാരണം ഒരു 1100 PV നമ്മൾ ആ സമയത്ത് നമ്മൾക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ 1100 PV ആവുന്നതോടുകൂടി നമ്മൾ ഡയറക്ടർ ആവുന്നു. ആ സമയത്ത് നമ്മളുടെ വരുമാനം ഏകദേശം 5000 രൂപയിലേക്ക് എത്തുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി പിന്നെ ഈ 4 പേർക്ക്, നമ്മുടെ കൂടെ വന്ന 4 പേർക്ക് നമ്മൾ 1000 വാങ്ങി കൊടുക്കുകയാണ് നേരത്തെ ചെയ്തത്. ഇനി അവരെ നേരെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. 4 പേർക്കും 5000 രൂപ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി. 4 പേർക്കും 5000 രൂപ എങ്ങനെ വാങ്ങിക്കൊടുക്കുക? നേരത്തെ നമ്മളെങ്ങനെ 5000 വാങ്ങിയത് അതേപോലെ. അതായത് ഇവർക്ക് 5000 രൂപ വാങ്ങിക്കൊടുക്കാൻ അവരുടെ ഓരോരുത്തരുടെയും കൂടെ എന്ത് ചെയ്താൽ മതി? പിന്നെ 1100 PV വന്നാൽ മതി. അപ്പോൾ ഈ 4 പേരും അവരവരുടെ കൂടെ വന്നവർക്ക് 1000 രൂപ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഡയറക്ടർ ആകുന്നു, 5000 രൂപ വരുമാനമാകുന്നു. ആ സമയത്ത് എൻ്റെ ടൈറ്റിൽ പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ എത്തുന്നു. അതിൻ്റെ ഇടയിൽ ഈ പ്ലാറ്റിനം ഡയറക്ടറുടെയും ഇടയിൽ 2-3 ടൈറ്റിലുണ്ട്. സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇതും മറികടന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാറ്റിനം ഡയറക്ടർ ആവുന്നത്. എന്താ ചെയ്തത്? നമ്മുടെ കൂടെ വന്ന 4 പേർക്കും 5000 രൂപ വാങ്ങിക്കൊടുത്തു. അതായത് അവരെ ഡയറക്ടറാക്കി. അപ്പോൾ നമ്മൾ പ്ലാറ്റിനം ഡയറക്ടറായി. ആ സമയത്ത് നമ്മുടെ വരുമാനം ഏകദേശം ഒരു 20000 രൂപ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ കൂടെ വന്ന 4 പേരെയും പ്ലാറ്റിനം ഡയറക്ടർ ആക്കുക. അതായത് അവർക്കൊരു 20000 രൂപ ഏകദേശം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, അതിനുവേണ്ടി അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മളൊരു മില്യണറായി മാറും. അതായത് നമ്മൾ 1,00,000 രൂപ മാസ വരുമാനം വാങ്ങുന്ന ആളുകളായിട്ട് ആ സമയത്ത് നമ്മൾ മാറുന്നു ഏകദേശം. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഇനിയും ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എനിവേ ഇതാണ് സംഭവം. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ഒരു സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ട്. ഇതും കൂടി ഒന്ന് പറയാം. ജസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞത് നിങ്ങളവിടെ നിർത്തുട്ടോ. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കുറച്ച് കാര്യം കൂടി സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് തുടർന്ന് കാണാം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 1100 GPV നമ്മുടെ ടീമിലുള്ള ടോട്ടൽ GPV കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ ഡയറക്ടറായത്. അപ്പോൾ ഈ ഡയറക്ടറായ സമയത്ത് നമ്മൾക്ക് 4 പേരെ ഡയറക്ടർ ആക്കിയാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാറ്റിനം ഡയറക്ടറായി ഈ പറഞ്ഞ 20000 രൂപത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഒരു പാളെ മാത്രമേ ഡയറക്ടറാക്കാൻ സാധിച്ചുള്ളൂ. ഒരാളുടെ ഡയറക്ടർ 1100 PV ഒരാളുടെ ടീമിൽ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ മറ്റ് അതർ ലെഗുകളുടെ ജസ്റ്റ് 900 GPV നമ്മൾ കൊണ്ടുവന്നാൽ, ഗ്രൂപ്പ് PV 900 GPV നമ്മൾ കൊണ്ടുവന്നാൽ പോലും നമ്മൾ സീനിയർ ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിലെത്തി. ഓക്കെ, ഇനി അപ്പോൾ ആ സമയത്ത് നമ്മുടെ വരുമാനം വീണ്ടും കൂടിയിട്ടോ. ഇനി നമ്മൾ അടുത്ത ശ്രമം എന്താണ്? അടുത്ത ഒരാളെ ഡയറക്ടറാക്കുക, രണ്ടാമത്തെ ഒരാളെയും കൂടി ഡയറക്ടറാക്കുക. അപ്പോൾ അവിടെ സംഭവിക്കും. അപ്പോൾ ഈ 2 പേരും ഡയറക്ടറാവും അല്ലേ? നമ്മുടെ കൂടെ വന്ന ആദ്യത്തെയും രണ്ടാമത്തെയും ആൾ ഡയറക്ടർ ആകുമ്പോൾ നമ്മളെന്തായി?
അതർ ലെഗിലൂടെ മറ്റ് ലെഗുകളിലൂടെ നമ്മൾ വെറും 600 GPU കൊണ്ടുവന്നാൽ നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. ഇനി മൂന്നാമത്തെ ആളെ ഡയറക്ടറാക്കിയാൽ അതർ ലെഗിലൂടെ വെറും 300 GPU കൊണ്ടുവന്നാൽ നമ്മൾ ആരായി? സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. നാലാമത്തെ ആളിന് ഡയറക്ടറാക്കിയാലോ നേരത്തെ പറഞ്ഞ പോലെ ആയി. 4 പേരും ഡയറക്ടറായി ഏകദേശം 5000 രൂപ വരുമാനം വാങ്ങിയാൽ നമ്മൾ പ്ലാറ്റിനം ഡയറക്ടർ ഏകദേശം ഒരു 20 രൂപയോളം നമുക്ക് വരുമാനം ഏകദേശം എത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, SCD മീൻസ് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാറ്റിനം ഇവിടെ വരെ പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞു 4 പേരെ പ്ലാറ്റിനം കൂടി ആക്കി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ മാസ വരുമാനം മുടികളോട് നേടിയെടുക്കാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ്സിൻ്റെ കൂടെ നിങ്ങളുടെ ലീഡേഴ്സിൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് അവരുടെ സപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കൂടെ വരുന്ന ടീമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കൊരു വരുമാനം വാങ്ങിക്കൊടുക്കണമെന്ന ആത്മാർത്ഥമായ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.